നമസ്കാരം. രാത്രിയിലുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെ കഴിക്കണം? ഏത് തരത്തിലായിരിക്കണം? എത്ര മണിക്ക് കഴിക്കണം? അഥവാ കഴിക്കുമ്പോൾ നമ്മൾക്ക് രാത്രിയത്തെ ഉറക്കത്തിനെ ബാധിക്കാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ? രാത്രിയിൽ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ? എന്നൊക്കെയുള്ള ഒരു കുറച്ച് ചെറിയ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാത്രി ഭക്ഷണം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ എത്ര മണിക്ക് കഴിക്കണം? മിനിമം നമ്മളൊരു 2-3 മണിക്കൂറിന് മുമ്പ്, ഉറങ്ങുന്നതിന് 3 മണിക്കൂറിന് മുമ്പ് ഭക്ഷണം നിർത്തുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. എന്താണ് കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മള് വയറിനകത്ത് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞ ബെഡില് ഈ നമ്മുടെ തലച്ചോറിനകത്തേക്ക് തലച്ചോറിലേക്ക് പോകേണ്ട രക്തോട്ടം മുഴുവനും വയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മളെ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മുടെ ശരീരം നോക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ദഹനത്തിന് വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ പോകും. ഈ വയറിനകത്ത് കിടക്കല്ലേ ഭക്ഷണം. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെ ദഹിപ്പിച്ച് മാറ്റാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ തലച്ചോറിന് വേണ്ട രക്തോട്ടം ചെല്ലത്തുമില്ല. അവിടെ മൊത്തത്തിൽ പ്രശ്നമാവും. നമുക്ക് ഉറക്കം വരില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉറക്കം ശരിയാവില്ല. ഒരു 3 മണിക്കൂറിന് മുമ്പ് ഭക്ഷണം നിർത്തി നോക്കൂ നിങ്ങൾ. പിന്നെ വെള്ളം കുടിക്കാം. നല്ലോണം ഉറങ്ങാൻ പറ്റും. അതോടൊപ്പം മനസ്സ് സമാധാനമായിട്ടിരിക്കണം. ടെൻഷൻ ആണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ മറ്റ് ഭക്ഷണങ്ങൾ ഈ പറയുന്ന രീതിയിൽ രാത്രിയത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെ കഴിച്ചാൽ ഏത് രീതിയിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. രാത്രി ഇതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, അമിതവണ്ണം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞു കൂടും. അടിഞ്ഞു കൂടിയിട്ട് കൊഴുപ്പായി മാറും. അമിതവണ്ണം. അതുപോലെ കുടവയർ വരാൻ വേറെ ഒന്നും വേണ്ട. ഭക്ഷണം കഴിച്ച ഉടനെ കിടന്ന് ഉറങ്ങിയാൽ മതി. കുടവയർ തീർച്ചയായിട്ടും വരും. അതുപോലെ തന്നെയാണ് ഈ അമിതവണ്ണവും. അതുപോലെ ഷുഗർ ഉണ്ടാവാൻ, അതായത് ഡയബറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത, BP ഉണ്ടാവാനുള്ള സാധ്യത, ഈ കൊളസ്ട്രോൾ, അൺവാണ്ടഡ് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്ന് ഉറങ്ങുന്നവരിൽ തീർച്ചയായും ക്രമേണ പ്രകടമാവും. അതുകൊണ്ട് കഴിയുന്നതും ഒരു 3 മണിക്കൂറിന് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളതാണ്, ആഹാരം കഴിച്ചിട്ട്. അതുപോലെ രാത്രി എങ്ങനത്തെ ഭക്ഷണമായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മള് ലൈറ്റ് ഫുഡാണ് എപ്പോഴും നല്ലത്. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കഞ്ഞി, പയർ വളരെ നല്ലതായിരുന്നു. അപ്പൊ അതിന് ഒരു ന്യൂട്രിറ്റീവ് ആയിട്ട് ഞാൻ നല്ലൊരു കഞ്ഞി, പ്രോട്ടീൻ കഞ്ഞി ആവട്ടെ, അതല്ലെങ്കിൽ പ്രമേഹ കഞ്ഞി ആവട്ടെ, എത്ര തരം കഞ്ഞിയാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം തന്നെ രാത്രി കഴിക്കാൻ എക്സലന്റ് ആണ്. അതില് ഉദാഹരണം ഈ പ്രമേഹ കഞ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പ്രമേഹം വരാതിരിക്കാനുള്ള കഞ്ഞി എന്ന് ഓർത്താൽ മതി. അതിനകത്ത് നമ്മൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ റൈസ് എടുത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുപയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുവപ്പ് പയറോ എടുക്കാം. ഉലുവ 1 ടീസ്പൂൺ എടുക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി 4-5 കഷ്ണം ഇടുന്നു. അതോടൊപ്പം കോവയ്ക്ക, അമരപ്പയർ അവ ഇടുന്നു. ഇത്രയും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. എന്തിനാണ് ഞാൻ ഇതൊക്കെ ചേർത്തെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മളുടെ ആഹാരത്തിനകത്ത് ഫൈബർ കണ്ടന്റും നല്ല ന്യൂട്രിയൻസും, അതായത് പോഷകങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പൊ ഇത് വെന്തതിന് ശേഷം കുക്കർ ഒരു 4-5 വിസിലിടുമ്പോൾ ഇത് വെന്ത് കഴിയും. വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് മുരിങ്ങയില 1 പിടി, അതോടൊപ്പം എള്ള് 1 പിടി, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത്രയും ആകുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഫുൾ മീലായി. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങി കഴിഞ്ഞു. മനസ്സിലായോ? ഞാൻ അതിനാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല വൈറൽ വീഡിയോ ആണ്, അത് കിടപ്പുണ്ട്. പ്രമേഹ കഞ്ഞി എന്നാണ് അത്. അപ്പൊ അത് വിശദമായിട്ട് അതിലുണ്ട്, കാണിക്കുന്നുണ്ട്. ഞാൻ അത് ചെയ്ത് കാണിക്കുകയാണ്, നമ്മുടെ വീഡിയോ അല്ലേ. അപ്പൊ ഈ ഒരു പ്രമേഹ കഞ്ഞി എന്ന് പറഞ്ഞ് പ്രമേഹത്തിന് വേണ്ടി മാത്രമല്ല, പ്രിവെന്റീവ് ആണ്, പ്രമേഹം വരാതിരിക്കാൻ. വളരെയധികം പേഷ്യൻസ് തന്നെ ഇവര് രാത്രി ഇതും കഴിച്ചിട്ട് ഇത്തിരി സാലഡും ഒക്കെ കഴിച്ച് ഇത്തിരി മീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ
നന്നായിട്ട് ഷുഗർ കുറഞ്ഞിരിക്കുന്നതായി കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. ഈ പ്രത്യേകിച്ച് ഈ ചപ്പാത്തി ഇങ്ങനെ ഗോതമ്പിന്റെ ഭക്ഷണങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ഒരു കഞ്ഞിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായ ഉറക്കവും കിട്ടും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടി. അപ്പൊ ഒരു ഇത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി വയറ്. ഇത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേ അത് ദഹിച്ചു പിടിക്കും. പിന്നെ വിശപ്പ് വരുമോ എന്ന് വിശക്കില്ല. അത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ. അപ്പോ ഇത് ഒരു കഞ്ഞി. പിന്നെ പ്രോട്ടീൻ കഞ്ഞി, മറ്റു വളരെയധികം റെസിപ്പികൾ പ്രോട്ടീൻ കഞ്ഞിയുടെ കിടപ്പുണ്ട്. പ്രോട്ടീൻ കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്സ് ഇട്ടിട്ട് കഞ്ഞി, ഓട്സ് ചേർക്കണം. ഇതിന് പകരം ഓട്സ് അതോടൊപ്പം പയർ ഇങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ചേരുവയും ചേർത്തതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മുട്ട കട്ട് ചെയ്തിടുന്നു. അങ്ങനെയുള്ള ഒരു കഞ്ഞി കിടപ്പുണ്ട്. അടിപൊളി കഞ്ഞിയാണ്, നല്ല മുട്ടക്കഞ്ഞി അത് കിടപ്പുണ്ട്. പിന്നെ വേറെ പ്രോട്ടീൻ കഞ്ഞി, പലതരം കഞ്ഞികൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ കഞ്ഞി എന്നിട്ടാൽ മതി. അപ്പൊ ഇതെല്ലാം കിട്ടും. ഓക്കെ. അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെയുള്ള ഒരു കഞ്ഞി രാത്രി എപ്പോഴും നല്ലത് തന്നെയാണ്. നല്ല കാര്യത്തില് കഞ്ഞി ഏറ്റവും ബെസ്റ്റ് ആണ് രാത്രിയത്തെ ഭക്ഷണത്തിന്. അപ്പൊ നിങ്ങൾക്ക് കുടവയറ് വരില്ല, നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. നൈറ്റില് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഭക്ഷണം തന്നെയാണ് ഈ കഞ്ഞി. പിന്നെ എന്തൊക്കെ ഇപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് പറഞ്ഞപ്പോ ഏറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് രാത്രി കഴിക്കരുതാത്ത എന്താണെന്നറിയാമോ? ചായയും കാപ്പിയും മദ്യവും. ഈ 3 കാര്യവും നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ആരോഗ്യത്തിന് ഹാനികരമാണ്. ഉറക്കം വരികയില്ല. രാത്രി ചായയും കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾ തല കുത്തി നിന്ന് എന്ത് ചെയ്താലും ഉറക്കം വരില്ല. എന്താ കാര്യം? ഇത് സെൻട്രൽ സ്റ്റിമുലന്റ് ആണ്. ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും, പ്രത്യേകിച്ച് കോഫി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. നമുക്ക് ഉറക്കമേ വരില്ല. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. രാത്രി ഈ ചായയും കാപ്പിയും കുടിക്കുന്നവർക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല. കാരണം ഇതിന്റെ കഫീൻ എന്ന് പറയുന്നത് തലച്ചോറിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും നമ്മൾ. അപ്പൊ ഉറങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ആൽക്കഹോളിന്റെ കാര്യം അങ്ങനെ തന്നെ. ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഒരു മന്ദമായിട്ട് ഇരിക്കുമെങ്കിലും അത് പ്രശ്നം. ഇത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും അത് പ്രശ്നമാണ്. നേരെ പിന്നെ ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അമിതമായിട്ട് മദ്യപിച്ചിട്ട് കിടക്കുന്നവര് ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. അത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിനകത്ത്. പിന്നെ അടുത്തത് ഭക്ഷണങ്ങൾ ഏതൊക്കെ ഒഴിവാക്കണം രാത്രി, അതാണ് ഏറ്റവും പ്രധാനം. ഹൈ ഫാറ്റി ഫുഡ്സ്, അതാണ് പ്രോട്ടീൻ അല്ല, ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഏതൊരു ഭക്ഷണവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പാടില്ല. അധികമായിട്ട് ഫാറ്റ് കണ്ടന്റ്, വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റ്. ഡീപ് ഫ്രൈ, എണ്ണയിലിട്ട് പൊരിക്കുന്നത് 100% പ്രശ്നക്കാരനാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ദഹന സമയം വേണം. അപ്പൊ നമ്മൾ വയറിനകത്ത് ചെന്ന് കഴിയുമ്പം ഈ സ്റ്റൊമക്കിനകത്ത് നിന്ന് ഈ ആസിഡ് ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഇത് ദഹിക്കണ്ടേ, അവിടെ കിടക്കുക. 3-4 മണിക്കൂർ വേണം, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വേണം ഇത് ദഹിച്ചു പോവാൻ. അപ്പോഴത്തേക്ക് വയറിനകത്തുള്ള ആസിഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ കിടക്കുക, റിഫ്ലക്സ് ഈസോഫാജിറ്റിസ്. ഈ ആസിഡ് മുകളിലേക്ക് കയറിയിട്ട് റിഫ്ലക്സ് വരും, മുകളിലേക്ക് വന്ന് ഈസോഫാഗസിന്റെ അവിടെ വന്നിട്ട് അങ്ങനെയാണ് ഈ രാത്രിയുള്ള ചുമ. ചിലർക്ക് വളരെ വിട്ടുമാറാത്ത ചുമ രാത്രി വരുന്നത് വയറിനകത്തുള്ള ആസിഡിറ്റി കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അത് ഒരു പരിധി വരെ കഴിയുമ്പോഴത്തേക്ക് ഛർദിലുണ്ടാവുക, വയറിനകത്ത് വെപ്രാളം, കുടിച്ചതകട്ടല്, വയറുപെരുക്കം, ഇങ്ങനെയുള്ള വളരെയധികം കാരണങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഹൈ ഫാറ്റി ഫുഡ്സ് കഴിക്കരുത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് തന്നെ ഫ്രോസൺ ഫുഡ്സ്, ഫ്രിഡ്ജിനകത്ത് നിന്ന് ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുന്നതും ഒഴിവാക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതേ രീതിയിൽ തന്നെ അതും നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഹാനികരമാണ് ഫ്രോസൺ ഫുഡ്സ്. പിന്നെ രാത്രിയുള്ള ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പിസ്സ, അതിനകത്തൊക്കെ ചീസ്, ക്രീം ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതല്ലേ. പിസ്സ ആവട്ടെ, അതുപോലെ തന്നെ ബർഗർ ആവട്ടെ, പിന്നെ എന്താ പറയാ, ഈ ചിക്കൻ പല വെറൈറ്റികളുണ്ടല്ലോ, KFC, നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര രുചിയുമുള്ളതാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ രാത്രിയത്തേക്ക് മാറ്റി വെക്കരുത്. കഴിയുന്നതും പകലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക്
ഒക്കെ വാങ്ങിച്ച് കഴിക്കാം പകല്. രാത്രി ഇങ്ങനെയുള്ള ഒരു ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം. പിന്നെ മറ്റൊരു കാര്യം, ഈ പുളിയുള്ള, അമിതമായിട്ട് പുളിയുള്ള സിട്രസ് ഗ്രൂപ്പില് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ പാക്കറ്റിലുള്ള ജ്യൂസുകള്, അതുപോലെ ഇപ്പം ഈ നാരങ്ങയും ഓറഞ്ചും അതുപോലെ ടൊമാറ്റോയും ഒക്കെ രാത്രി കഴിക്കുന്ന ചിലർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വയർ അപ്സെറ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ എന്താണ് കഴിക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം, ഈ കഞ്ഞിയുടെ കാര്യം, കഞ്ഞി കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. റൈസിന്റെ ഭക്ഷണങ്ങൾ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം നമുക്ക് ഫിഷ് കഴിക്കാം. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഫിഷ് ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അത് കഴിയുന്ന കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പയറ് തോരൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം കുറച്ച് മുരിങ്ങയിലയൊക്കെ ഇട്ട്, വയറിന് കുഴപ്പമില്ലാത്തവരാണ്, മുരിങ്ങയില കഴിച്ചാൽ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് മുരിങ്ങയിലയും ഒക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു രാത്രിയത്തെ ഭക്ഷണം കഴിക്കാം, നോ ഇഷ്യൂസ്. പിന്നെ വെർജിൻ ഓയിൽ ലേശം ചേർക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് രാത്രി. പിന്നെ അത് ഇപ്പൊ ഒരു 7 മണി, ഇതിന്റെ സമയം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 10 മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ മിനിമം 7 മണിക്ക് ഭക്ഷണം കഴിക്കുകയും 11 മണിക്ക് കിടക്കുന്നവർ മിനിമം 8 മണിക്ക് കഴിയും. അത് ഒരു 3 മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് ഇടുന്നത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പം ഈ ഒരു 3 മണിക്കൂറിനകത്ത് നമ്മുടെ വയറിനകത്ത് ഈ ഭക്ഷണം അങ്ങ് ദഹിച്ച് പിടിച്ചു കഴിയുമ്പോൾ വയറ് നല്ല എംറ്റി ആയിട്ടിരിക്കുമ്പോൾ ഉറക്കം താനേ വരും. വെള്ളവും കുടിക്കുക. അപ്പൊ പലരും ചോദിക്കും, ഞങ്ങൾക്ക് ചിലർ പറയാറുണ്ട് നമുക്ക് വിശക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ വിശക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡ്, അതായത് ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ പ്രോട്ടീനും കുറച്ച് ഫാറ്റും, നല്ല ഫാറ്റ് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലും അങ്ങനെ ഗുഡ് ഫാറ്റും ഒക്കെ അടങ്ങിയ ഒരു ഭക്ഷണമാണെങ്കിലേ ഇതിന്റെ ഒരു ഗ്ലൈസെമിക് ലോഡ് സ്ലോ ആയതുകൊണ്ട്, ഈ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ദഹന സമയം കൂടും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ഒരു തകരാറും വരില്ല, ഉറക്കത്തിനെയും ബാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ബദാം, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കപ്പലണ്ടി, ഇവയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അത് നമ്മുടെ വയറിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇടയ്ക്കൊരു വിശപ്പ് വരുന്ന ഗ്രൂപ്പിന് ഇത് കഴിക്കാവുന്നത്. ഞാൻ എപ്പോഴും പറയത്തില്ല, സ്നാക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാവുന്ന. അതുപോലെ തന്നെ എള്ളുണ്ട, എള്ളുണ്ട ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നല്ല സ്നാക്ക് 2-3 തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു എള്ളിന്റെ സ്നാക്ക്, ഞാനും മിക്കവാറും രാത്രി അങ്ങനെ ഒരു എള്ളിന്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഞാൻ കഴിക്കാറുണ്ട്. അത് നല്ല അത് പെട്ടെന്ന് ദഹിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങള് നമ്മുടെ വയറിനകത്ത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഡൈജഷൻ നടക്കുമെങ്കിലും അത് നമുക്ക് ഈ റീഗർജിറ്റേഷനോ ആസിഡ് റിഫ്ലക്സോ വയറുപെരുക്കമോ പുളിച്ചേർക്കലോ ഒന്നും ഉണ്ടാവില്ല. വയറിനകത്ത് അത് ഒരു വളരെ സ്ലോ ഓൺസെറ്റ് ഓഫ് എനർജി, അല്ലെങ്കിൽ സ്ലോ റിലീസ് ഓഫ് എനർജിയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ രീതിയിൽ ഗ്ലൂക്കോസ് കിട്ടുന്നത് വഴി, ബ്ലഡിലോട്ട് ഗ്ലൂക്കോസ് കിട്ടുന്നത് വഴി നമുക്ക് നല്ല സുഖകരമായ ഉറക്കവും കിട്ടും. നമുക്ക് വേറെ ഒരു പ്രശ്നവും വയറിന് ഉണ്ടാകത്തുമില്ല. പിന്നെ മറ്റൊരു കാര്യം, നല്ല പഴം കഴിക്കാം. പഴം എന്ന് പറയുമ്പോഴത്തേക്ക് രസകദളിപ്പഴം, അത് ഇപ്പം കിടക്കുന്നതിന് തൊട്ട് മുമ്പല്ല, 1 മണിക്കൂറിന് മുമ്പൊക്കെ ഫ്രൂട്ട്, പഴമോ പപ്പായയോ കഴിക്കാവുന്നതാണ്, അത് നല്ലതാണ്. പക്ഷെ പൈനാപ്പിള്, ഓറഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാം. ആപ്പിള് അല്ലെങ്കിൽ പപ്പായ, പേരയ്ക്ക ഒരു പരിധി വരെ കഴിക്കാം. ചിലർക്ക് ഈ ദഹനക്കേടുള്ളവരും ഗ്യാസ് കൂടുതലായിട്ട് വരികയും പിന്നെ ഫൈബർ കണ്ടന്റ് കൂടുതൽ ചെല്ലുമ്പോൾ കുഴപ്പമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പേരയ്ക്ക വേണ്ട, പപ്പായ കഴിക്കാം, ആപ്പിൾ കഴിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ് പഴവും അതൊക്കെ ഇടയ്ക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പല്ല, അതിന് 1 മണിക്കൂർ മുമ്പൊക്കെ തന്നെ ഇത് കഴിക്കാം. ഇപ്പൊ 3 മണിക്കൂറിന് മുമ്പ് മെയിൻ മീൽ കഴിക്കണമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് 1 മണിക്കൂറിന് മുമ്പൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ കുറച്ചു നേരമൊക്കെ നടന്ന് TV ഒക്കെ കണ്ടിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഉറക്കത്തിന് ഹാനികരമായ ഒരു കാര്യവും വയറിനകത്ത് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഫ്രോസൺ ഫുഡ്സ്, ഫാറ്റി ഫുഡ്സ്, ഡീപ് ഫ്രൈ ഐറ്റംസ്, ചായ, കോഫി, ആൽക്കഹോൾ. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥയെ മാത്രമല്ല, നമ്മളുടെ മറ്റുള്ള രക്തചംക്രമണത്തെയും കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പൊ അങ്ങനെയുള്ളത് ദയവ് ചെയ്ത്, പിന്നെ ഈ പറയുന്ന പിസ്സ, ബർഗർ ഗ്രൂപ്പുകളെല്ലാം, അതെല്ലാം ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം നന്നായിട്ട് കുറയ്ക്കണം. ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളത് അതും ശ്രദ്ധിക്കണം. ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളത് കഴിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും കുഴപ്പമാണ്. പലരും ഈ ലഡു, ജിലേബി ഒക്കെ രാത്രി എടുത്ത് കഴിക്കും, ഇതൊക്കെ പ്രശ്നക്കാരാവും.
എന്ന് വെച്ചാല് പെട്ടെന്ന് ഷുഗർ മുകളിൽ പോയി പെട്ടെന്ന് താഴെ വരും. പ്രത്യേകിച്ചും വല്ല ഡയബറ്റിക് പേഷ്യൻസ് ആണ് പറയുകയും വേണ്ട. പെട്ടെന്ന് തന്നെ മുകളിൽ പോവും, താഴെ വരും. പിന്നെ ഹൈപ്പോ അടിക്കാനുള്ള സാധ്യത വരെ അവർക്കുണ്ട്. കാരണം അവർ ഇൻസുലിൻ ഒക്കെ എടുത്തിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല. പലരും മധുരം കഴിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും പെട്ടെന്ന് പോയി കൊതി പിടിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ഉള്ള വളരെ എന്താ പറയാ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.